ചെമ്മീൻ ഒരിക്കലും റബ്ബർ പോലെ ആവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയാലോ. നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത്രയും എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു 1/2 കിലോ ഒക്കെ ആയിട്ടുണ്ടാവും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ആവശ്യം തോന്നുക വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കുക. അത് കുറച്ച് നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ മസാല തേച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് നല്ലോണം വെന്ത് കിട്ടും. 10-15 മിനിറ്റ് സിമ്മിലിട്ട് കുക്ക് ചെയ്തപ്പോഴാണ് എനിക്കിതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ കിട്ടിയത്. ഇനി ചെമ്മീൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 5-6 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചതച്ചെടുക്കണം. അതുപോലെ 3 നോർമൽ സൈസിലുള്ള സവാളയും 2 തക്കാളിയും വേണം. മല്ലിയിലയും പുതിനയിലയും വേണം. ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകുതി പണി തീർന്നു. ഇനി മസാല ഉണ്ടാക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 3 സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഞാനിവിടെ മേലെ കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. സവാള നല്ലോണം വഴന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയും സവാളയും ഒക്കെ നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്ന് വരുമ്പോഴാണ് മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ള തൈരൊന്നും വേണ്ട, സാധാരണ പുളിയിലുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലോണം ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അതിന് മുന്നായിട്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. മല്ലിയിലയും പുതിനയിലയും നമുക്ക് ലാസ്റ്റ് ദമ്മിടാനും കൂടെ കുറച്ച് വേണം. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തക്കാളിയും സവാളയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ടാവും. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ മസാലയുടെ കളറേ മാറും. സവാളയും തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയെന്ന് വെച്ചാൽ ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മസാല പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുക. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങൾ ചേർക്കുക. പിന്നെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ജീരകശാല റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഞാനവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റൈസിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും കുറവിട്ടാൽ മതി. കുറവാൻ തോന്നുകയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയാണെങ്കിൽ ഇടാം. കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി തിളച്ച വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ സോൾട്ട് ചെക്ക് ചെയ്യാം. കുറവാൻ തോന്നുകയെന്ന് വെച്ചാൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം തിള വരുമ്പോൾ നമുക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തിള വന്ന് കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ആയിട്ടുണ്ടാവും. നെയ്യും ഓയിലൊക്കെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ലോണം കൂട്ടി ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് തന്നെ വേവിക്കണം. അരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നല്ലോണം തിളയ്ക്കണ വരെയാണ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെയൊക്കെ റൈസ് കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത് ചൂട്ടോടെ ആയതുകൊണ്ടാണ്. നമ്മൾ ദമ്മൊക്കെ ഇട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് തന്നെ കിട്ടും. ചെമ്മീൻ മസാലയുടെ മീതെയായിട്ട് ഈ റൈസും കൂടെ ഇട്ട് കൊടുക്കുക. റൈസിനും മസാലയ്ക്കും നല്ല ചൂട് വേണം. ഫ്രൈ ചെയ്ത കാഷ്യൂസും അതുപോലെ കട്ട് ചെയ്ത മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ദം ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ അടച്ച് തന്നെ വെക്കുക. 20 മിനിറ്റിന് ശേഷം മാത്രമാണ് തുറന്ന് ഇതുപോലെ ഇളക്കിയെടുക്കേണ്ടത്. ബിരിയാണി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ സെർവ് ചെയ്യുമ്പോഴാണ് ശരിക്കും ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസും ആ മല്ലിയിലയും പുതിനയിലയും ഒക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്താവുന്ന പോലെ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നിന്നുള്ള ആ വൈറ്റ് റൈസ് മാറ്റി വയ്ക്കണം. ഞാനിതിൽ ഫ്രൈഡ് ഓണിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ വൈറ്റ് റൈസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. ഇതിൻ്റെ ഏറ്റവും മീതേന്ന് ആ വൈറ്റ് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ്
ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ ചെമ്മീൻ 1 മിനിറ്റിൽ വേവുന്ന ഒരു കുക്കിംഗ് ടൈം ഉണ്ട്. പക്ഷേ ആ ടൈമിൽ എനിക്ക് കുക്കായി കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ചധികം സമയം എടുത്തിട്ടുള്ളൊരു കുക്കിങ്ങാണ് ചെമ്മീൻ്റെ കാര്യത്തിൽ നോക്കാറ്. ഏറ്റവും മേലെയുള്ള വെള്ള റൈസ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ മസാലയുടെ അടുത്ത് എടുക്കുന്ന ചുവന്ന കളറിലുള്ള റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മസാല നല്ലപോലെ ഇളക്കാം. ഇനി ഒരു പാത്രം എടുക്കുക. പാത്രത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മീതിയായിട്ടാണ് ആ മഞ്ഞ കളറുള്ള ചോറുണ്ടല്ലോ, മസാലേൻ്റെ അടുത്തുണ്ടായിരുന്ന ചോറ്, ആ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മീതിയായിട്ട് വെള്ള റൈസും ഇട്ട് കൊടുക്കാം. ഇതുപോലെ സെർവ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുക. ഇതിനെ കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാത്രമേ എല്ലാ വട്ടം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്